class. Now we are going to learn the remaining part of Harry Potter speech. നമ്മൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഹാരി പോട്ടർ സ്പീച്ചിൻ്റെ രണ്ടാം ഭാഗത്തേക്ക് കടക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഐ, ഹി അല്ലെങ്കിൽ ഷീയായി മാറുന്നു, വി ദേയായി മാറുന്നു, ഈസ് ആമ ആറ്, വാസോ വേറോ ആയി മാറുന്നു, ഹാസ് ഹാവ് ഹാഡായി മാറുന്നു, ദുരൂപം ഡസ് do form of the verb or does form of the verb becomes did form ആയി മാറുന്നു. Then did form of the verb becomes had plus v3 ആയി മാറുന്നു. അപ്പോൾ ഇതിൽ ഐ വന്നാൽ ഹിയോ ഷിയോ ആയി മാറുന്നു, വി വന്നാൽ ദേ ആയി മാറുന്നു, ഈസാമാർ വന്നാൽ അത് വാസ്വേറായി മാറുന്നു, ഹാസ് ഹാവ് വന്നാൽ ഹാഡായി മാറുന്നു, ഡു രൂപം ഡസ് രൂപം ഡിഡ് രൂപമായി മാറുന്നു, ഡിഡ് വന്നാൽ ഡിഡ് ഫോം ദി വെർബ് ബിക്കംസ് ഹാഡ് പ്ലസ് v3. Then another one, said to becomes told in. Then the word I becomes either he or she, the word we becomes they, Isamar becomes was or where, has how becomes had, do or does form the verb becomes did form, did form the verb becomes had plus v3. Then said to becomes sometimes told. said to പലപ്പോഴും ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യുന്നു, told ആയി മാറുന്നു. ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അടുത്ത ഭാഗത്തേക്ക് കടക്കുകയാണ്. റൂൾ നമ്പർ 6. ഇപ്പോൾ റൂൾ നമ്പർ നമ്മൾ 5 നിയമങ്ങൾ നേരത്തെ പറഞ്ഞു. ഇത് 6ാമത്തെ നിയമത്തിലേക്കാണ്. റൂൾ നമ്പർ 6. ദാറ്റ് മീൻസ് വാസ് ഓർ വെയർ becomes had been. Was or where becomes had been. Was or where becomes had been. Was or where വരികയാണെങ്കിൽ അത് had been ആയി മാറുന്നു. In reporter speech, was or where becomes had been. That means past continuous tense becomes past perfect continuous. നമുക്ക് ഇതാണ് എളുപ്പം. വാസോ വേറോ വരികയാണെങ്കിൽ അത് നമ്മൾ ഹാഡ് ബീൻ. ഒരു എക്സാമ്പിൾ പറയുകയാണ്. രാമ said to her, I was reading. നോക്കുക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ 2 ഭാഗങ്ങളുണ്ട്. കൊട്ടേഷന് വെളിയിലുള്ള ഭാഗവും കൊട്ടേഷനകത്തുള്ള ഭാഗവും. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് സ്പീക്കറാണ്, ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. രാമ said to നമ്മൾ നേരത്തെ പഠിച്ചു. said to becomes told. അവിടെ told to എന്നെഴുതാൻ പാടില്ല, ലിസണറായ ഹെറിന് താഴെ ഇറക്കി. അപ്പോൾ കൊട്ടേഷൻ മാറ്റാൻ വേണ്ടി ഒരു കണക്റ്റീവ് വേർഡ് ഉണ്ട്, അത് ഡാറ്റ ആണ്. ഡാറ്റ എഴുതി കഴിഞ്ഞു. അപ്പോൾ ഐ ഹാവ് early told you the word I becomes either he or she. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഐ വന്നാൽ അത് ഹിയോ ഷിയോ ആയി മാറുന്നു. സംസാരിക്കുന്ന ആളിൻ്റെ ജെൻഡർ എന്ന് വെച്ചാൽ ലിംഗഭേദം നോക്കുക. രാമ എന്ന് പറയുന്നത് ഒരു
പുരുഷനായതുകൊണ്ട് ഐ എന്നുള്ളത് ഹീ ആയി മാറുന്നു. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു സബ്ജക്റ്റിനോട് ചേർന്ന് കിടക്കുന്ന പദത്തിനായിരിക്കും മാറ്റം വരിക. ഇവിടെ വാസാണ് വന്നിരിക്കുന്നത്. വാസോ വേറോ വന്നാൽ അതിനെ ഹാഡ് ബീൻ ആക്കുന്നു. അപ്പോൾ ഈ വാസ് എന്തായി മാറുന്നു? ഹാഡ് ബീനായി മാറുന്നു. ഹാഡ് ബീൻ. ഇനി എന്ത് ചെയ്യുന്നു? റിമൈനിങ് പാർട്ട് ഓഫ് സെന്റൻസ് ആർ റീഡിങ്. ദാറ്റ് ഈസ് ആൾ. Rama told her that he had been reading. He had been reading. വാസോ വേറോ വന്നാൽ അത് ഹാഡ് ബീൻ ആയി മാറുന്നു. വാസോ വേറോ വന്നാൽ ഹാഡ് ബീൻ ആയി മാറുന്നു. അപ്പോൾ ഇതിൽ ഒരു ഘട്ടം നിയമങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത നിയമത്തിലേക്ക് നമ്മൾ വരികയാണ്. അടുത്ത നിയമത്തിലേക്ക് വരികയാണ്. റൂൾ നമ്പർ 7, ഡയറക്റ്റ് സ്പീച്ച്. ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്. നമുക്ക് നോക്കാം. ഡയറക്റ്റ് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ച്. അപ്പോൾ വില്ല് വന്നാൽ അത് ഒന്നുകിൽ എന്താണ്? ഉഡാകുന്നു, അല്ലെങ്കിൽ ഷുഡാകുന്നു. ഷാല് വന്നാൽ ഒന്നുകിൽ ഉഡാകുന്നു, അല്ലെങ്കിൽ ഷുഡാകുന്നു. ദെൻ ക്യാൻ വരുന്നാൽ കുഡായി മാറുന്നു. മേ വന്നാൽ മൈറ്റായി മാറുന്നു. മസ്റ്റ് വന്നാൽ had it to or would have it. നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഡയറക്റ്റ് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ച്. റൂൾ നമ്പർ 7, വില്ല് വരികയാണെങ്കിൽ വില്ലും ഷാലും ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്നു. വില്ല് വന്നാൽ അത് ഉഡായി മാറുന്നു. എയ്തർ ഉഡ് ഓർ ഷുഡ്. എപ്പോഴും ഉപയോഗിക്കുന്ന ഉഡാണ്. ഷാല് വരികയാണെങ്കിൽ വുഡ് ഓർ ഷുഡായി മാറുന്നു. സബ്ജക്റ്റിനനുസരിച്ചാണ് ആ വ്യത്യാസം വരിക. ക്യാൻ വന്നാൽ കുഡാക്കി മാറ്റുന്നു. മേ വന്നാൽ മൈറ്റാക്കി മാറ്റുന്നു. മസ്റ്റ് വന്നാൽ ഹാഡ് ടു. പ്രസന്റ് മീനിങ് ആണെങ്കിൽ ഹാഡ് ടു. ഫ്യൂച്ചർ മീനിങ് ആണെങ്കിൽ വുഡ് ഹാവ് ടു ആയി ഉപയോഗിക്കുന്നു. പ്രസന്റ് മീനിങ്ങിൽ ഹാഡ് ടുവും ഫ്യൂച്ചർ മീനിങ്ങിൽ വുഡ്. ഇനിയും ഒരുപാട് മാറ്റങ്ങളുണ്ട്. തൽക്കാലം 2 പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയുമാണ് 7ാമത്തെ നിയമത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വിൽ വന്നാൽ ഇൻ റിപ്പോർട്ട് സ്പീച്ച് ദ വേർഡ് വിൽ ബിക്കംസ് വുഡ് ഓർ ഷുഡ്. ഷാൽ ബിക്കംസ് ഷുഡ് ഓർ ഷുഡ്. ക്യാൻ ബിക്കംസ് കുഡ്. മേ ബിക്കംസ് മൈറ്റ്. മസ്റ്റ് ബിക്കംസ് ഹാഡ് ടു or would have to. Present meaning and future meaning. That is all. Then come to the example-ലേക്ക് ശ്രദ്ധിക്കുക. She said it to him, I shall write. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, ഇതിൽ 2 ഭാഗങ്ങളുണ്ട്. കൊട്ടേഷന് വെളിയിലുള്ള ഭാഗവും കൊട്ടേഷനകത്തുള്ള ഭാഗവും. കൊട്ടേഷന് വെളിയിലുള്ള ഭാഗവും കൊട്ടേഷനകത്തുള്ള. അപ്പോൾ ഷീക്ക് മാറ്റമില്ല. സെഡ് ടു എന്തായി? ടോൾഡായി. ലിസണറിനെ എന്ത് ചെയ്യുന്നു? താഴെ എഴുതി. അപ്പോൾ കൊട്ടേഷന് മാറ്റാൻ വേണ്ടി നമ്മൾ ദാറ്റ് എഴുതി. ഐ ഞാൻ നേരത്തെ പറഞ്ഞു, ഐ വരികയാണെങ്കിൽ ഹിയോ ഷിയോ ആയി മാറുന്നു. ഷീ എന്ന് പറയുന്നത് ഫെമിനിയൻ ജെൻഡർ ആയതുകൊണ്ട് അത് ഷീ ആയി എഴുതി. നോക്കുക, ഷാല് നമ്മളിപ്പോൾ പഠിച്ച നിയമം. ഷാല് വരികയാണെങ്കിൽ ഒന്നുകിൽ അത് ഉഡായി മാറുന്നു, അല്ലെങ്കിൽ ഷുഡായി മാറുന്നു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ സബ്ജക്റ്റ് ഐ വരികയോ വി വരികയോ ചെയ്താലാണ് സാധാരണയായി ഷാലോ ഷുഡോ ഉപയോഗിക്കുന്നത്. ഞാൻ ഒന്നുകൂടി പറയുകയാണ്.
സബ്ജക്റ്റ് ഐ വരികയോ വി വരികയോ ചെയ്താൽ സാധാരണയായി ഷാല് അല്ലെങ്കിൽ ഷുഡ് ഉപയോഗിക്കുന്നു. എന്നാൽ ചില പ്രത്യേക ഘട്ടങ്ങളിൽ ഐയോട് ചേർന്ന് നമ്മൾ ആ വില്ല് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതുപോലെ വിയോട് ചേർന്ന് നമ്മൾ വില്ല് ഉപയോഗിക്കുന്നുണ്ട്. അതിന് നമ്മൾ പറയുന്നത് കളർ ഫ്യൂച്ചർ എന്നാണ്. കളർ ഫ്യൂച്ചർ ഉണ്ട്, പ്ലെയിൻ ഫ്യൂച്ചർ ഉണ്ട്, അതിലേക്ക് വരുന്നില്ല. അപ്പോൾ ഇവിടെ ഐ വന്നത് കൊണ്ടാണ് ഷാൽ എഴുതിയിട്ടുള്ളത്, ഷാൽ അല്ലെങ്കിൽ ഷുഡ് വരുന്നത്. അപ്പോൾ ഐയുടെ സ്ഥാനത്ത് ഷീ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഷുഡ് എഴുതാൻ കഴിയില്ല, അയ്യോ ഇവിടെ. അപ്പോൾ ഇവിടെ അയ്യോ വിയോ വരികയാണെങ്കിൽ മാത്രമാണ് ഷുഡ് എഴുതുക. ഐയുടെ സ്ഥാനത്ത് ഇപ്പോൾ ഷീ വന്നതുകൊണ്ട് നമ്മൾ അതിനെന്ത് ചെയ്യുന്നു, വുഡ് ആക്കുന്നു. വുഡ് പിന്നെ മാറ്റം വരുത്താനില്ല, റൈറ്റ്. നോക്കുക, വുഡ്, ഐ വുഡ് റൈറ്റ്, ഐ വുഡ് റൈറ്റ്. She told him that she would write. Another example, she said to him, quotation, I shall write, ഞാൻ എഴുതും. അപ്പോൾ she told him that she would write. Another exampleലേക്ക് വരികയാണ്. Another example. The teacher said to her, I can help. നോക്കുക, I can help. The teacher said to her, I can help. നമ്മൾ ഇങ്ങനെ നോക്കുക, എഴുതുക. ടീച്ചറിന് യാതൊരു മാറ്റവും ഇല്ല. The teacher said to എന്തായി മാറുന്നു, told ആയി മാറുന്നു. told, her താഴെ ഇറങ്ങി. അടുത്തെന്താ എഴുതുക, കൊട്ടേഷനകത്തുള്ള കൊട്ടേഷനെ മാറ്റാൻ വേണ്ടി നമ്മൾ that ഉപയോഗിച്ചു. ഐ എന്ന് പറയുന്നത് ടീച്ചറെ ഞാൻ ഫെമിനിയൻ ജെൻഡർ അല്ലെങ്കിൽ ഒരു സ്ത്രീയായിട്ട് കണക്കാക്കുന്നത് കൊണ്ട് ഐ എന്നുള്ളത് ഷീയായി മാറി. പിന്നെ നമ്മൾ പഠിച്ച നിയമം അനുസരിച്ച് ക്യാൻ വന്നതുകൊണ്ട് അതെന്താക്കണം, വുഡായി മാറി. വുഡ്, ഹെൽപ്പ്, ഹെൽപ്പിൻ്റെ യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. അപ്പോൾ ദ ടീച്ചർ told her that she could help. The teacher told her that she could help. Another example, മറ്റൊരു ഉദാഹരണത്തിലേക്ക് വരികയാണ്. രണ്ട് ഉദാഹരണം എഴുതുകയാണ്. He said to her, I must do it. Another example, he said to her, I must write it tomorrow. നമ്മളൊന്ന് ശ്രദ്ധിക്കുക, ഇതിൽ രണ്ട് ഉദാഹരണം എഴുതിയിട്ടുണ്ട്. ഇവിടെയും മസ്റ്റ് വന്നിട്ടുണ്ട്, ഇവിടെയും മസ്റ്റ് വന്നിട്ടുണ്ട്. നമ്മൾ പഠിച്ച നിയമം അനുസരിച്ച് മസ്റ്റ് വന്നാൽ ഒന്നുകിൽ അത് ഹാഡ് ടു ആയും അല്ലെങ്കിൽ വുഡ് ഹാവ് ടു ആയും മാറുന്നു. ഹാഡ് ടു വരുന്നത് പ്രസന്റ് മീനിങ് ആണ്. പ്രസന്റ് മീനിങ്, ഇത് എന്താണ്, ഫ്യൂച്ചർ മീനിങ് ആണ്. അപ്പോൾ പ്രസന്റ് മീനിങ്ങിൽ മസ്റ്റ് ഹാഡ് ടു ആയി മാറുന്നു, ഫ്യൂച്ചർ മീനിങ്ങിൽ വുഡ് ഹാവ് ടു ആയി മാറും. നമുക്ക് നോക്കാം. ഹി മാറ്റമില്ല. സെഡ് ടു എന്നുള്ളത് ടോൾഡായി മാറുന്നു. ഹെർ എന്തെയ്യുന്നു, ലിസണർ എഴുതി. കൊട്ടേഷൻ മാറ്റാൻ വേണ്ടി നമ്മൾ ദാറ്റ് എഴുതി. അടുത്തെന്താണ്, ഐക്ക് മാറ്റം സംഭവിക്കുന്നു. ഹി എന്ന് പറഞ്ഞ സംസാരിക്കുന്ന ആള് ഒരു പുരുഷനായതുകൊണ്ട് ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ് ഇവിടെ എന്തായി മാറുന്നു, ഷീ ആയി മാറുന്നു. എന്നിട്ട് മസ്റ്റ് ഹാഡ് ടു ആയി മാറുന്നു. അടുത്ത് വേറെ ഒന്നും മാറ്റമില്ല. അപ്പോൾ
സബ്ജക്റ്റിനോട് ചേർന്ന് കിടക്കുന്ന വാക്കിന് മാത്രമേ മാറ്റം സംഭവിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഉദാഹരണം നോക്കാം. ഇതിന് രണ്ടാമത്തെ നോക്കാം. ഐ മസ്റ്റ് റൈറ്റ് ഈ ടുമാറോ. ടുമാറോ എന്നുള്ള പദം ഭാവി കാലത്തെ സൂചിപ്പിക്കുന്നു. ടുമാറോ എന്നുള്ള പദം ഭാവി കാലത്തെ സൂചിപ്പിക്കുന്നു. ഭാവി കാലത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ മസ്റ്റ് വന്നാൽ വുഡ് ഹാവ് ടു ആക്കി മാറ്റണം. മസ്റ്റ് വന്നാൽ വുഡ് ഹാവ് ടു ആക്കി മാറ്റുന്നു. അതിൻ്റെ ഉത്തരം എങ്ങനെ നോക്കാം. ഹി said to becomes told her that ഐ എന്തായി മാറുന്നു? സംസാരിക്കുന്ന ആള് പുരുഷനായതുകൊണ്ട് ഹി ആയി മാറുന്നു. ഇതിൽ ടുമാറോ എന്ന പദം വന്നിരിക്കുന്നത് കൊണ്ട് ഇത് ഭാവി കാലത്തെ സൂചിപ്പിക്കുക. അതുകൊണ്ട് മസ്റ്റ് വന്നാൽ വുഡ് ഹാവ് ടു ആയി മാറുന്നു. വുഡ് ഹാവ് ടു. അടുത്തെന്താണ്? റൈറ്റ് ഇറ്റ്. ടുമാറോ എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ഓഫ് സ്പീച്ചിൽ the words expressing nearness are changed into the words expressing distance. The words expressing nearness are changed into the words expressing distance. അപ്പോൾ ഇത് ടുമാറോ എന്നുള്ളത് the next day ആയി മാറുന്നു. the next day ആയി മാറുന്നു. അത് അടുത്ത നിയമത്തിൽ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ എന്തുകൊണ്ട് വുഡ് ഹാവ് ടു ഉപയോഗിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഭാവി കാലത്തെ സൂചിപ്പിക്കുന്നതായ ടുമാറോ എന്ന പദം വന്നതുകൊണ്ടാണ് ആ വാക്യത്തിൽ മസ്റ്റ് വന്നതുകൊണ്ട് വുഡ് ഹാവ് ടു ആയി മാറിയത്. പിന്നെ ടുമാറോ ദ നെക്സ്റ്റ് ഡേ ആയി മാറുന്നു എന്നതാണ്. അപ്പോൾ അത് അടുത്ത നിയമത്തിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കുക. മസ്റ്റിൻ്റെ മാറ്റത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. അടുത്ത നിയമത്തിലേക്ക് റൂൾ നമ്പർ 8. റൂൾ നമ്പർ 8 ഇത് വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട നിയമമാണ്. റൂൾ നമ്പർ 8. റൂൾ നമ്പർ 8. റൂൾ നമ്പർ 8. റൂൾ നമ്പർ 8ലേക്ക് വരികയാണ്. ഇത് ചേഞ്ചസ് ഓഫ് യു. യു എന്ന യുവിൻ്റെ മാറ്റങ്ങൾ, ചേഞ്ചസ് യു, യുവിൻ്റെ മാറ്റങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഞാനിവിടെ 2 സെന്റൻസുകൾ എഴുതുന്നു. രാജൻ said to her. പറയുകയാണ്. You can do another എഴുതിയാണ്. Manu said it to her. I can help you. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഇവിടെ യു എന്ന സബ്ജക്റ്റ്, ഇത് യു എന്ന് പറയുന്ന ഓബ്ജക്റ്റ്. ശ്രദ്ധിക്കുക. കൊട്ടേഷനകത്ത് സാധാരണ നമ്മൾ ഇതുവരെ നമ്മൾ എഴുതി പരിശീലിച്ചത് യു എന്ന സ്ഥലത്ത് സബ്ജക്റ്റുകളായ ഐയോ വിയോ അല്ലെങ്കിൽ പേരുകളോ ആണ്. എന്നാൽ നേരെ മറിച്ച് ഇപ്പോൾ എന്താണ് കൊട്ടേഷനകത്ത് എന്ത് ചെയ്യുന്നു? ഐ എഴുതിയ സ്ഥാനത്ത് യു. ഇത് യു എന്ന് പറയുന്ന സബ്ജക്റ്റും പ്രധാന ക്രിയയ്ക്ക് ശേഷം യു വന്നാൽ അത് ഓബ്ജക്റ്റ് യു ആണ്. ഇത് സബ്ജക്റ്റ് യുവും ഇത് ഓബ്ജക്റ്റ് യു ആണ്. പ്രധാന ക്രിയയ്ക്ക് ശേഷം വരുന്ന അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ക്രിയയ്ക്ക് ശേഷം വരുന്ന യു വന്നു കഴിഞ്ഞാൽ അത് ഓബ്ജക്റ്റാണ്. അപ്പോൾ യു എന്ന സബ്ജക്റ്റിനും ഈ യു എന്ന ഓബ്ജക്റ്റിനും വരുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക. ഇവിടെ എന്ത് ചെയ്യുന്നു? കൊട്ടേഷനകത്ത് യു എന്ന് വരികയാണെങ്കിൽ കേൾക്കുന്ന ആളിനെ പരിശോധിക്കേണ്ടി വരും. കേൾക്കുന്ന ആളിനെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. യു എന്ന സബ്ജക്റ്റും യു എന്ന ഓബ്ജക്റ്റും. ഞാനത് ഒരു ചെറിയൊരു ചാർട്ടിലൂടെ വ്യക്തമാക്കുകയാണ്. അപ്പോൾ സബ്ജക്റ്റ് യു, ഇവിടെ എന്താണ്? ഓബ്ജക്റ്റ് യു. ഇത് സബ്ജക്റ്റ് യുവും ഒബ്ജക്റ്റും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ നോക്കുക. ഇവിടെ സെഡ് ടു ഹെർ എന്നായ നോക്കിയേ, ഇത്രയും മാത്രമേ ഇതുള്ളൂ. 1
said to her എന്നായാൽ നോക്കുക, said to her എന്നായാൽ ഈ യു എന്ന് പറയുന്ന സബ്ജക്റ്റ് ഇതിന്റെ ഈ ഷീയുടെ സബ്ജക്റ്റ് പോവാണ് എഴുതുക. ഷീ എന്താണ്, ഇത് ഓബ്ജക്റ്റ് ആണ്, ഇതിന്റെ എന്താണ് said to her എന്നായാൽ യു എന്ന സബ്ജക്റ്റ് ഷീ ആയി മാറുന്നു. ഷീ ആയി മാറുന്നു. ഒന്നാമത്തെ കാര്യം പറഞ്ഞതാണ്. said to her എന്നായാൽ യു എന്ന സബ്ജക്റ്റ് എന്തായി, യു എന്ന സബ്ജക്റ്റ് ഷീ ആയി മാറുന്നു. ശ്രദ്ധിക്കുക, said to her എന്നായാൽ യു എന്ന് പറയുന്ന ഓബ്ജക്റ്റ് പ്രധാന ക്രിയയ്ക്ക് ശേഷം വരുന്ന ഓബ്ജക്റ്റ് ആണ്. said to her എന്നായാൽ യു എന്ന് പറയുന്ന ഓബ്ജക്റ്റ്, യു എന്ന് പറയുന്ന ഓബ്ജക്റ്റ് ഹെർ ഈ ഇവിടെ വരുന്നത് തന്നെയായിരിക്കും എന്താണ്, ഹെറായി മാറുന്നു. ഒന്നാമത്തെ കാര്യമായി. അപ്പോ said to her എന്നായാൽ യു എന്ന സബ്ജക്റ്റ് ഷീ ആയും said to her എന്നായാൽ യു എന്ന ഓബ്ജക്റ്റ് ഹെറായും മാറുന്നു. ഇനി ഈ ഹെറിനെ അങ്ങോട്ട് മാറ്റിട്ട് ഞാൻ said to him എന്ന് എഴുതിയെന്ന് കരുതുക. ഇവിടെ ഞാൻ എന്താക്കി, ഹിം എഴുതിയെന്ന് കരുതുക. അപ്പോ said to him ആയാൽ രണ്ടാമത്തെ കാര്യം എന്താണ്, said to him എന്നായാൽ said to him എന്നായാൽ said to him എന്നായാൽ ഈ യു എന്ന് പറയുന്ന സബ്ജക്റ്റ് ഹി ആയും, യു എന്ന് പറയുന്ന സബ്ജക്റ്റ് ഹി ആയും. നോക്കുക, said to him എന്നായാൽ യു എന്ന് പറയുന്ന സബ്ജക്റ്റ് ഹി ആയും said to him എന്നായാൽ യു എന്ന് പറയുന്ന ഓബ്ജക്റ്റ് എന്തായി മാറുന്നു, ഹിമ്മായും മാറുന്നു. നോക്കുക, said to him എന്നായാൽ യു എന്ന് പറയുന്ന സബ്ജക്റ്റ് ഹി ആയും said to him എന്നായാൽ യു എന്ന് പറയുന്ന ഓബ്ജക്റ്റ് ഹിമ്മായും മാറുന്നു. Then another one, said to us, us മൂന്നാമത്തത് എന്താണ്, said to us. said to us എന്നായാൽ said to us എന്നായാൽ said to us എന്നായാൽ നോക്കുക, said to us എന്നായാൽ യു എന്ന് പറയുന്ന സബ്ജക്റ്റ് ഡബ്ല്യു ഇ അതിന്റെ സബ്ജക്റ്റ് വി ആയും said to ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, അസാക്കുന്നു. said to us എന്നായാൽ യു എന്ന ഓബ്ജക്റ്റ് അസായും മാറുന്നു. അപ്പോ said to us എന്നായാൽ യു എന്ന് പറയുന്ന സബ്ജക്റ്റ് വി ആയും said to us എന്നായാൽ യു എന്ന് പറയുന്ന ഓബ്ജക്റ്റ് അസായി മാറുന്നു. നാലാമത്തത് said to me. ഇവിടെ നോക്കിയേ, ഇതിന് പറയുന്നത് said to me എന്ന് വരികയാണെങ്കിൽ said to me എന്ന് വന്നാൽ യു എന്ന് പറയുന്ന സബ്ജക്റ്റ് ഐ ആയും, യു എന്ന് പറയുന്ന സബ്ജക്റ്റ് ഐ ആയും said to me എന്നായാൽ said to me എന്നായാൽ യു എന്ന് പറയുന്ന ഓബ്ജക്റ്റ് മീ ആയും മാറുന്നു. said to me എന്ന് പറയുന്ന സബ്ജക്റ്റ് മീ ആയും മാറും. നോക്കുക, അപ്പോൾ 4 എണ്ണമായിട്ടുണ്ട്. അപ്പോൾ said to her എന്നായാൽ യു എന്ന സബ്ജക്റ്റ് ഷീ ആയും said to her എന്നായാൽ യു എന്ന ഓബ്ജക്റ്റ് ഹെറായും മാറുന്നു. അടുത്ത് said to him എന്നായാൽ യു എന്ന് പറയുന്ന സബ്ജക്റ്റ് ഹി ആയും said to him എന്നായാൽ യു എന്ന് പറയുന്ന ഓബ്ജക്റ്റ് ഹിമ്മായും മാറുന്നു. said to us എന്ന് വന്നാൽ യു എന്ന സബ്ജക്റ്റ് വി ആയും ഓബ്ജക്റ്റ് അസായി മാറുന്നു. said to me എന്നായാൽ യു എന്ന് പറയുന്ന സബ്ജക്റ്റ് ഐയും യു എന്ന ഓബ്ജക്റ്റ് മീ ആയും മാറുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് അഞ്ചാമത്തെ കാര്യത്തിലേക്ക് വരികയാണ്. ഇതിൽ 10 എണ്ണമുണ്ട്. അപ്പോൾ അഞ്ചാമത്തെ കാര്യത്തിലേക്ക് വരികയാണ്. അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നോക്കിയേ, അഞ്ചാമത്തെ കാര്യത്തിലേക്ക് വരികയാണ്. 5 said to them. അപ്പോൾ ഇവിടെ എന്താണ്, ദം എന്ന് വന്നാൽ said to them എന്ന് വന്നാൽ said to them എന്ന് വന്നാൽ said to them എന്ന് വന്നാൽ യു എന്ന് പറയുന്ന സബ്ജക്റ്റ് മനസ്സിലായി കാണും, ദേ ആയും said to them എന്ന് വന്നാൽ യു എന്ന് പറയുന്ന ഓബ്ജക്റ്റ് ദമ്മായും മാറുന്നു, ദമ്മായും മാറുന്നു എന്നതാണ്. said to them എന്ന് വന്നാൽ യു എന്ന് പറയുന്ന സബ്ജക്റ്റ് ദേ ആയും said to them എന്ന് വന്നാൽ യു എന്ന് പറയുന്ന ഓബ്ജക്റ്റ് ദമ്മായും മാറുന്നു. 6 said to രാധ. അപ്പോൾ രാധ ഒരു പെൺകുട്ടിയാണ്, അത് said to her ആയിട്ട് നമ്മൾ കണക്കാക്കുന്നു. ഇവിടെ said to രാധ എന്ന് എഴുതുകയാണ്.
രാധ എന്ന് പറഞ്ഞാൽ ഏതൊരു പെൺകുട്ടിയുടെ പേരുമാവാം, സിംഗുലർ ആയിരിക്കണം. സെഡിറ്റു രാധ എന്ന് പറഞ്ഞാൽ നമ്മൾ സെഡിറ്റു ഹെറെന്ന് കണക്കാക്കുന്നു. അതുകൊണ്ട് എന്തായി മാറും? അത് ഷീ ആയി മാറും. അപ്പോൾ സെഡിറ്റു രാധ എന്ന് പറഞ്ഞാൽ അത് രാധ ഒരു ഫെമിനിയൻ ജെൻഡർ ആയതുകൊണ്ട്, സിംഗുലർ ആയതുകൊണ്ട് യു എന്ന് പറയുന്ന സബ്ജക്റ്റ് ഷീ ആയും. ഇവിടെ സെഡിറ്റു രാധ എന്ന് വന്നാൽ ഇവിടെ എന്താണ്? രാധ എന്ന് വരികയാണെങ്കിൽ യു എന്ന് ഓർത്തിട്ട് എന്തായി മാറുന്നു? ഹെറായി മാറുന്നു. 7 സെഡിറ്റു ഒരു പുരുഷന്റെ പേര് സെഡിറ്റു രാജു. ഇവിടെ എന്ത് ചെയ്യുന്നു? രാധയ്ക്ക് പകരം രാജു എന്നായിരുന്നു എങ്കിൽ, ഇവിടെ രാധയ്ക്ക് പകരം എന്താണ്? രാജു എന്നായിരുന്നു എങ്കിൽ, രാജു എന്താണ്? രാജു എന്നായിരുന്നു എങ്കിൽ യു എന്ന് പറയുന്ന സബ്ജക്റ്റ് എന്തായി മാറുന്നു? ഹി ആയും. യു എന്ന് പറയുന്ന ഓബ്ജക്റ്റ് ഹിമ്മായും മാറുന്നു. ഹിമ്മായും മാറുന്നു. അപ്പോൾ 7 ആയിട്ടുണ്ട്. ഇനി 8ാമതൊന്നു കൂടി. അപ്പോൾ ഇവിടെ നമ്മൾ വന്നിട്ട് 8ാമത്തത് വന്നിട്ടാണ് സെഡിറ്റു യു എന്നായാൽ, സെഡിറ്റു യു എന്നായാൽ, അപ്പോൾ ഇവിടെ യു എന്ന് വരിക, അല്ലെങ്കിൽ രാജുവിൻ്റെ സ്ഥാനത്ത് സെഡിറ്റു യു എന്നായാൽ ഈ യു എന്ന സബ്ജക്റ്റിനോ ഈ യു എന്ന ഓബ്ജക്റ്റിനോ മാറ്റം യുവിന് മാറ്റം ഉണ്ടാകുന്നില്ല. യു എന്ന ഓബ്ജക്റ്റിന് എന്ത് മാറ്റം ഉണ്ടാകുന്നില്ല. സെഡിറ്റു യു എന്ന് പറഞ്ഞാൽ ഇവിടെ സെഡിറ്റു യു എന്ന് വന്നാൽ ഈ യുവിന് മാറ്റം ഉണ്ടാകുന്നില്ല. ഇവിടെ സെഡിറ്റു യു എന്ന് പറഞ്ഞാൽ ഈ യു എന്ന ഓബ്ജക്റ്റിനും മാറ്റം ഉണ്ടാകുന്നില്ല. ഇനി 2 കൂടി ഉണ്ട്, ശ്രദ്ധിക്കുക. അപ്പോൾ 9 സെഡിറ്റു ദ ബോയ്സ്, അതായത് ഏതൊരു ബഹുവചനവും വരാം, പ്ലൂറലും വരാം. സെഡിറ്റു ദ ബോയ്സ് എന്നായാൽ ഇവിടെ എന്ത് ചെയ്യുന്നു? ലിസണർ എന്താണ് ബഹുവചനമാണ് എങ്കിൽ, അതായത് സെഡിറ്റു ദ ബോയ്സ് ആയാൽ യു എന്ന് പറയുന്ന സബ്ജക്റ്റ് എന്തായി മാറുന്നു? ദേ ആയും. ഇവിടെ ബോയ്സ് വന്നാൽ യു എന്ന ഓബ്ജക്റ്റ് ദമ്മായും മാറുന്നു. അടുത്ത 10 സെഡ്, ഇവിടെ ഒന്നുമില്ല, സെഡ് എന്ന് മാത്രമേ ഉള്ളൂ. സെഡ് രാജൻ സെഡ് കൊട്ടേഷൻ യു. സെഡ് രാജൻ സെഡ് എന്ന് പറയുകയാണെങ്കിൽ സെഡ് ടു മീ എന്നോട് പറയുന്നു എന്ന് എടുക്കുക. അപ്പോൾ രാജൻ സെഡ് ബ്ലാങ്കി ആണ് എങ്കിൽ യു എന്ന് പറയുന്ന സബ്ജക്റ്റ് അയ്യായും, യു എന്ന് പറയുന്ന ഓബ്ജക്റ്റ് മീ ആയി മാറും. ഇവിടെ ആളില്ല എങ്കിൽ യു വന്നാൽ എന്ത് ചെയ്യാൻ? മീ ആക്കി മാറ്റാം. അങ്ങനെ 10 മാറ്റങ്ങളാണ് ഇതിലുള്ളത്. 10 മാറ്റങ്ങളാണ് ഇതിലുള്ളത്. ഉദാഹരണത്തിലേക്ക് വരാം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഉദാഹരണത്തിലേക്ക് വരാം എന്നുള്ളതാണ്. മധു സെഡിറ്റു മീ യു can study it. ശ്രദ്ധിക്കേ, അപ്പോൾ ഐയുടെ സ്ഥാനത്ത് യു ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നോക്കുക, മധുവിന് യാതൊരു മാറ്റമില്ല. മധു എഴുതി. സെഡിറ്റു നമ്മൾ പഠിച്ച നിയമം അനുസരിച്ച് ടോൾഡായി മാറി. ഈ മീ എന്ത് ചെയ്യുന്നു? അതുപോലെ എഴുതി. കണ്ടല്ലോ. അപ്പോൾ മധു എഴുതി, സെഡിറ്റു ടോൾഡായി മീ എഴുതി. കൊട്ടേഷൻ മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ദാറ്റ് കൊടുത്തു. ഇനിയാണ് ശ്രദ്ധിക്കുക, യു. സെഡിറ്റു യു എന്ന് വന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ മീ ആണ് നോക്കുക. സെഡിറ്റു മീ നമ്മൾ നോക്കൂ. സെഡിറ്റു മീ എന്ന് വന്നാൽ യു എന്ന് പറയുന്ന സബ്ജക്റ്റ് അയ്യായി മാറും. നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ സെഡിറ്റു മീ എന്ന് വന്നാൽ യു എന്ന് പറയുന്ന സബ്ജക്റ്റ് അയ്യായി മാറും. ചാർട്ടിൽ നോക്കിയാൽ മനസ്സിലാകുന്നതാണ്. സെഡിറ്റു മീ എന്ന് വന്നാൽ യു എന്ന് പറയുന്ന സബ്ജക്റ്റ് അയ്യായി മാറി. നമ്മൾ പിന്നെ അടിഞ്ഞ് നോക്കി, ക്യാൻ വന്നാൽ എന്താക്കണം? ഫുഡായി മാറി. ഫുഡ് എന്ത് ചെയ്യുന്നു? സ്റ്റഡി ഇറ്റ്. തരുള്ളൂ. മധു ടോൾഡ് മീ ദാറ്റ് ഐ കുഡ് സ്റ്റഡി ഇറ്റ്. മനസ്സിലായി കാണുമെന്ന് പറയുന്നു, വിചാരിക്കുന്നു. അടുത്ത നിയമത്തിലേക്ക് വരികയാണ്. നിയമത്തിലേക്കല്ല, അടുത്ത ഉദാഹരണത്തിലൂടെ വരികയാണ്. നമ്മൾ നോക്കാം. എന്താ നോക്കിയേ? ഗീത സെഡിറ്റു ഹിം I
എന്താണ് ഐ ക്യാൻ ഹെൽപ്പ് യു. നോക്കുക, ഐ ക്യാൻ ഹെൽപ്പ് യു. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഐയും ഇവിടെ വന്നിരിക്കുന്ന യു ആണ്. അപ്പോൾ ഗീത എഴുതി. സെഡിൽ എന്തായി മാറി? ടോൾഡ്. അടുത്ത ഹിമ്മിനെ താഴെ ഇറക്കി. അടുത്തെന്താണ്? ഇവിടെ ഐ വന്നു കഴിഞ്ഞാൽ നോക്കേണ്ടത് ഇവിടെയാണ്. അവിടെ ഐയോ ബിയോ വന്നാൽ സംസാരിക്കുന്ന ആൾ നോക്കുക. ഐ വന്നതുകൊണ്ട് ഗീതയായതുകൊണ്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഐ വന്നതുകൊണ്ട് ഗീത ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ എന്ത് ചെയ്യുന്നു? കൊട്ടേഷൻ മാറ്റാൻ വേണ്ടി ദാറ്റ് എഴുതി. അതിനുശേഷം ഐ വന്നപ്പോൾ എന്ത് ചെയ്യുന്നു? ഷീ എഴുതി. ക്യാൻ വന്ന എന്താവണം? വുഡ് എഴുതി. ഹെൽപ്പിന് യാതൊരു മാറ്റമില്ല, ഹെൽപ്പ് എഴുതി. നോക്കുക, സെഡിൽ ഹിം എന്നായാൽ യു എന്ന് പറയുന്ന ഓബ്ജക്റ്റ്, ഇത് പ്രധാന ക്രിയയ്ക്ക് ശേഷം വന്നിരിക്കുന്ന ഈ ഓബ്ജക്റ്റ് ആണ്. സെഡിൽ ഹിം എന്നായാൽ യു എന്ന ഓബ്ജക്റ്റ് ഹിമ്മായി മാറുന്നു. ഹിമ്മായി മാറുന്നു. നമ്മൾ ശ്രദ്ധിക്കുക, ഹിമ്മായി മാറുന്നു എന്നുള്ളതാണ്. ഇനി അടുത്ത വേറെ ഉദാഹരണം കൂടി എഴുതുകയാണ്. നമ്മൾ നോക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് യുവിനെ മാറ്റുന്നത്. രാജൻ സെറ്റ്, യു will go. You will go എന്ന് എഴുതിക്കുക. അപ്പോൾ രാജൻ എഴുതി. സെഡ് ടു ഉണ്ടെങ്കിലേ ടോൾഡാക്കി എഴുതാൻ പറ്റുള്ളൂ. സെഡ് ടു ഇല്ല, അതുകൊണ്ട് നമ്മൾ അതിനെ സെഡ് ദാറ്റ് എന്ന് എഴുതി. അപ്പോൾ യു മാറണ്ടേ? ഇവിടെയുള്ള ആളിനെ നോക്കിയിട്ടല്ലേ മാറുക. ഇവിടെ ബ്ലാങ്കി ആയതുകൊണ്ട്, ലിസണർ ഇല്ലാത്തത് കൊണ്ട് എന്നോട് പറഞ്ഞു സെഡിൽ നീ എന്നെടുക്കും. അപ്പോൾ ഇവിടെ ബ്ലാങ്കി ആണ് എങ്കിൽ യു എന്ന് വന്നാൽ എന്തായി മാറുന്നു? ഐ ആയി മാറുന്നു. നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്, 10ാമത്തെ നിയമമായിട്ട് എഴുതിയിട്ടുള്ളതാണ്. സെഡ്, രാജൻ സെഡ് ആരുടെയൊന്നും ഇല്ല. അപ്പോൾ സെഡിൽ മീ എന്ന് നമ്മൾ എടുക്കുന്നു. അപ്പോൾ യു എന്ന് പറയുന്ന സബ്ജക്റ്റ് ഐ ആയി മാറുന്നു. വിൽ എന്തായി മാറും? വുഡ്. ഐ വുഡ്. എന്താണ്? ഐ വുഡ് ഗോ. വുഡും ഷുഡും എഴുതാം. ഐ വുഡ് ഗോ. അനദർ വൺ നോക്കുക. ലീല സെറ്റ്സ്, I will help you. I will help you. ഇവിടെ യു ഓബ്ജക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ എഴുതാം ലീല. സെഡ് മാത്രമുണ്ട്, സെഡ് ദാറ്റ് എഴുതി. ഐ എന്താവും? ലീല പെൺകുട്ടിയായത് ഐ വന്നത് കൊണ്ട് ഷീയായി. എന്താണ്? വില്ല് വന്നത് കൊണ്ട് എന്താവും? വുഡായി. ഹെൽപ്പിന് മാറ്റമില്ല. ഇവിടെ ആളില്ലാത്തത് കൊണ്ട് യു വന്നത് കൊണ്ട് നീ ആയി മാറി. അപ്പോൾ ലീല ആരോട് പറയുന്നു എന്നില്ല. അങ്ങനെ വരികയാണെങ്കിൽ എന്നോട് പറഞ്ഞു എടുക്കുമ്പോഴേക്കും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് എന്താണ്? യു എന്ന് പറയുന്ന ഓബ്ജക്റ്റ് നീ ആയി മാറി. അപ്പോൾ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അനദർ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യത്തിലേക്ക് കിടക്കുകയാണ്. നമ്മൾ അടുത്തൊരു നിയമത്തിലേക്ക് കിടക്കുകയാണ്. റൂൾ നമ്പർ 9 പൊസസീവ് കേസാണ്. ഇൻ്റെ ഉടെ ഉള്ള എന്ന് കേൾക്കുന്നു. നോക്കുക, ഒന്നാമത്തെ നീ എന്ന് വന്നാൽ കൊട്ടേഷനകത്താണ്. കൊട്ടേഷനകത്ത് നീ എന്ന് വന്നാൽ അത് ഹിമ്മായോ ഹെറോ ആയോ മാറുന്നു. കൊട്ടേഷനകത്താണ് നീ എന്ന് വന്നു കഴിഞ്ഞാൽ അത് ഹിമ്മ് അല്ലെങ്കിൽ ഹെറായി മാറും. നമ്മൾ ഒരിക്കൽ പറഞ്ഞതാണ്, ആണാണ് എങ്കിൽ ഹിമ്മെന്നും പെണ്ണാണ് എങ്കിൽ ഹെറായി മാറും. അടുത്ത് മൈ എന്ന് വരികയാണെങ്കിൽ, കൊട്ടേഷനകത്താണ് മൈ എന്ന് വരികയാണെങ്കിൽ ഹിസ് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ എന്നായി മാറുന്നു. മൈൻ എൻ്റേത് എന്ന് വരികയാണ്. കൊട്ടേഷനകത്ത് മൈൻ എന്ന് വരികയാണെങ്കിൽ ആണാണെങ്കിൽ ഹിസ് അവൻ്റേത് അല്ലെ ഹേഴ്സ് മീൻസ് അവളുടേത് എന്നായി മാറുന്നു. അവർ നമ്മുടേത് എന്ന് കൊട്ടേഷനകത്ത് വരികയാണെങ്കിൽ ദേറായി മാറുന്നു. ഇവർ എന്ന് വരികയാണെങ്കിൽ ഒന്നുകിൽ ഹിസാവാം, അല്ലെങ്കിൽ ഹെറാവാം, അല്ലെങ്കിൽ മയ്യാവാം, അല്ലെങ്കിൽ ദേറാവാം, അല്ലെങ്കിൽ അവറാവാം. അപ്പോൾ ഞാനൊരു ഉദാഹരണത്തിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ നോക്കുക, ഒരു ഉദാഹരണത്തിലേക്ക് നമ്മൾ വരികയാണ്. അപ്പോൾ
he said to her, you can write your answer. ശ്രദ്ധിക്കുക, യു ക്യാൻ റൈറ്റ് യുവർ ആൻസർ. നമ്മൾ നോക്കാം. അപ്പോൾ ഇവിടെ ഹീക്ക് യാതൊരു മാറ്റവും ഇല്ല. സെഡിക്ക് എന്തായി മാറി? ടോൾഡായി മാറി. ഹെറിനെ താഴെ. അപ്പോൾ കൊട്ടേഷൻ മാറ്റാൻ വേണ്ടി നമ്മൾ നേരത്തെ അവിടെ നോക്കുക. സെഡിക്ക് ഹെർ എന്നായാൽ യു എന്ന് പറയുന്ന സബ്ജക്റ്റ് ഷീ ആയി മാറും. നമ്മൾ മുകളിൽ പഠിച്ച നിയമമാണ്. സെഡിക്ക് ഹെർ എന്നായാൽ യു എന്ന സബ്ജക്റ്റ് ഷീ ആയി മാറുന്നു. യു എന്തായി മാറുന്നു? ഷീ ആയി മാറുന്നു. അടുത്ത ക്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്യാൻ വന്നാൽ എന്താവും? വുഡ്. അടുത്ത റൈറ്റിന് യാതൊരു മാറ്റമില്ല. റൈറ്റ്. യുവർ ഹെർ എന്നായതുകൊണ്ട് അപ്പോൾ ഇവിടെ ഷീ വന്നതുകൊണ്ട് നീ നിന്റെ, യു യുവർ, നീ നിന്റെ. അപ്പോൾ അവൾ ചെറിയ ഹെർ എന്നായതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവളുടെ. ഷീ വന്നതുകൊണ്ട് ഹെറായി. ചെറിയ ഹെർ നോക്കുക. നീ നിന്റെ, അവൾ അവളുടെ. ഹെർ ആൻസർ. അപ്പോൾ ഇവർ എന്തായി മാറി? ഹെറായി മാറിയിരിക്കുന്നു. ഹീ സെഡ് ടു ഹെർ. അപ്പോൾ യു യുവർ, നീ നിന്റെ, അവൾ അവളുടെ, അവൾ അവളുടെ ആൻസർ എന്ന രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. അടുത്ത് നമ്മൾ പരീക്ഷയ്ക്ക് വരുന്ന ഭാഗത്തേക്ക് നമ്മൾ കിടക്കുക. പരീക്ഷയ്ക്ക് വരുന്ന ഭാഗത്തേക്ക് നമ്മൾ കിടക്കുക. നോക്കാം. റൂൾ നമ്പർ 10. അപ്പോൾ റൂൾ നമ്പർ 10ലേക്ക് വരികയാണ്. ഇനി നിയമങ്ങൾ പറയുക. റൂൾ നമ്പർ 10. റൂൾ നമ്പർ 10ലേക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിക്കുക. റൂൾ നമ്പർ 10. അപ്പോൾ ഇത് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ്. ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് ചോദ്യവാക്യങ്ങളെയാണ് നമ്മൾ ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുക. നമ്മൾ ശ്രദ്ധിക്കുക, ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് ചോദ്യവാക്യങ്ങളെയാണ് നമ്മൾ ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ്. ഡയലോഗ് സെൻറ്റൻസ് എഴുതിയാണ്. ചോദ്യവാക്യങ്ങളാണ്. ഈ രണ്ട് തരമുണ്ട്. ഇൻ്ററോഗേറ്റീവ് എ സെൻറ്റൻസ് വിച്ച് ഡിനോട്ട്സ് ക്വസ്റ്റ്യൻ ഈസ് കാൾഡ് ആൻ ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ്. ഏതൊരു വാക്യമാണോ ചോദ്യത്തെ സൂചിപ്പിക്കുന്നത് അത് ചോദ്യവാക്യം എന്ന് പറയുന്നു. അപ്പോൾ ഇതിൽ ആദ്യം എന്ത് ചെയ്യുന്നു? ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറയുന്നത്. എന്താണ് ഇതിൽ? എ എന്താണ്? WH എന്താണ്? ക്വസ്റ്റ്യൻസ്. WH ക്വസ്റ്റ്യൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. നോക്കുക. ഹി സെഡ് ടു ഹർ, ശ്രദ്ധിച്ചു, വേർ ആർ യു ഗോയിങ്? വേർ ആർ യു ഗോയിങ്? വേർ ആർ യു ഗോയിങ് എന്നാണ്. വേർ ആർ യു ഗോയിങ്? ക്വസ്റ്റ്യൻ മാർക്ക്. വേർ ആർ യു ഗോയിങ്? അപ്പോൾ വേർ ആർ യു ഗോയിങ് കൊട്ടേഷനകത്താണ്. അപ്പോൾ ഇത് സംസാരിക്കുന്ന ആള്, ഇത് കേൾക്കുന്ന ആള്. സംസാരിക്കുന്ന ആളിനെ നമ്മൾ വിളിക്കുന്നത് സ്പീക്കർ എന്നാണ്. സംസാരിക്കുന്ന ആളിനെ വിളിക്കുന്ന സ്പീക്കർ. നമ്മൾ നേരത്തെ പഠിച്ചത് സെഡ് ടു എന്ന് പറഞ്ഞാൽ നമ്മൾ ടോൾഡ് ആകും എന്നാണ്. എന്നാൽ ഇവിടെ ഒരു വ്യതിയാനം വരുത്തുന്നു. കൊട്ടേഷനകത്ത് വരുന്നത് ചോദ്യമാണെങ്കിൽ, ചോദ്യചിഹ്നം ഉണ്ടെങ്കിൽ, കൊട്ടേഷനകത്ത് വരുന്നത് ചോദ്യചിഹ്നം ഉണ്ടെങ്കിൽ സെഡ് ടു എന്ന് വന്നാൽ അതിനെ ആസ്ക്ഡ് എന്നെഴുതണം. അപ്പോൾ എവിടെ ടോൾഡ് ഉപയോഗിക്കും, എവിടെ ആസ്ക്ഡ് ഉപയോഗിക്കും? കൊട്ടേഷനകത്ത് വരുന്ന ഭാഗം ചോദ്യത്തെ സൂചിപ്പിക്കുന്നു എങ്കിൽ സെഡ് ടു എന്നതിന് പകരമായി നമ്മൾ ആസ്ക്ഡ് എഴുതുന്നു. കൊട്ടേഷനകത്ത് വരുന്ന ഭാഗം ചോദ്യമല്ല എങ്കിൽ സെഡ് ടു എന്നതിന് പകരം നമ്മൾ ടോൾഡ് ഉപയോഗിക്കുന്നു. എന്നാൽ കൊട്ടേഷനകത്ത് വരുന്ന ഭാഗം ചോദ്യമാണോ എങ്കിൽ, ചോദ്യം എന്ന് വെച്ചാൽ അവസാനം ചോദ്യചിഹ്നം കാണും, ചോദ്യമാണോ എങ്കിൽ കൊട്ടേഷനകത്ത് വരുന്ന ഭാഗത്ത് ചോദ്യമാണ് എങ്കിൽ സെഡ് ടു വന്നാൽ ആസ്ക്ഡ് എഴുതുന്നു. അപ്പോൾ എവിടെ ടോൾഡ് ഉപയോഗിക്കും, എവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആസ്ക്ഡ് ഉപയോഗിക്കും.
മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. കൊട്ടേഷനകത്ത് വരുന്ന ഭാഗം ചോദ്യമല്ല എങ്കിൽ സെഡ് ടു വന്നാൽ ടോൾഡും. കൊട്ടേഷനകത്ത് വരുന്ന ഭാഗം ചോദ്യമാണെങ്കിൽ, അതായത് അവസാനം ചോദ്യ ചിഹ്നത്തിൽ അവസാനിക്കുന്നത് വരികയാണെങ്കിൽ സെഡ് ടു വന്നാൽ ആസ്ഡായി മാറുന്നു. അടുത്ത് ഇതിനാരാണ്? ലിസണർ എഴുതി നോക്കിക്കോണം. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക? ചോദ്യമാണെങ്കിൽ ദാറ്റ് ഉപയോഗിക്കാൻ പാടില്ല. അടുത്താണ് നമ്മൾ ശ്രദ്ധിക്കുക. ഇത് ചോദ്യവാക്കാം. QW ക്വസ്റ്റ്യൻ വേർഡ്. ഇതെന്തോന്നാ? ആക്സിലറി വെർബ്. AV ആക്സിലറി വെർബ്. ഇതെന്തോന്നാ? പ്രധാന ക്രിയ സബ്ജക്റ്റ്. ഇതേതാ? മെയിൻ വെർബ്. ക്വസ്റ്റ്യൻ വേർഡ്, സഹായക്രിയ, സബ്ജക്റ്റ്, പ്രധാന ക്രിയ. Then the remaining part of the sentence at last put a question mark. അപ്പോൾ സ്പീക്കർ ആസ്ക്ഡ് ലിസണർ. ഇനി നമ്മൾ എഴുതേണ്ട ഇവിടെ ദാറ്റ് ഉപയോഗിക്കാൻ പാടില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്ത്? QW ക്വസ്റ്റ്യൻ വേർഡ് എഴുതി. അവിടെ നോക്കിക്കോണം. ഇത് ചാടി ഇപ്പുറത്ത്. അതായത് ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ സബ്ജക്റ്റ് എഴുതുന്നു. സബ്ജക്റ്റ് എഴുതിയിട്ട് നേരെ AV എന്ന് വെച്ചിട്ടാണ് ആക്സിലറി വെർബ് എഴുതിയിട്ട് ആ വാക്യത്തിലെ ബാക്കിയുള്ള ഭാഗം എഴുതി ഫുൾ സ്റ്റോപ്പ് ഇടുന്നു. ഇതാണ് അതിൻ്റെ നിയമം. റിപ്പോർട്ടർ ഇത് ഒരു നിയമം നമ്മൾ പഠിച്ചു വെച്ചാൽ പരീക്ഷയ്ക്ക് മാർക്ക് കുറക്കും. ഇത് 90% ഈ നിയമത്തിനകത്ത് നാം നോക്കുക. അത് നോക്കാം. സ്പീക്കർ ഹി. ശ്രദ്ധിക്കുക. സ്പീക്കർ ഹി തന്നിരിക്കുന്നത് കൊട്ടേഷനകത്ത് തന്നിരിക്കുന്ന ചോദ്യമായതുകൊണ്ട് സെഡ് ടു എന്നുള്ളത് എന്തായി മാറി? ആസ്ക്ഡ്. ഇനി എന്താ വേണ്ടത്? ലിസണർ ഹർ. ഒന്ന് നോക്കിയേ. സ്പീക്കറിൽ എഴുതി. ആസ്ക്ഡ് സെഡ് ടു ആണ്. ആസ്ക്ഡ് എന്ന് പറയുന്നത് ചോദ്യമായതുകൊണ്ട് ആസ്ക്ഡ് എഴുതി. ലിസണർ ഇതാ എഴുതി കഴിഞ്ഞു. അപ്പോൾ ഇതുവരെ ക്വസ്റ്റ്യൻ വേർഡ് ഏതാണ്? വേർ. ഉച്ചക്ഷരത്തിലാണ് ചേർത്തെഴുതുക. വേർ എഴുതി. ഇതിൽ നമ്മൾ ചോദ്യവാക്കെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സഹായക്രിയയുടെ മുൻഭാഗത്തുള്ളതെല്ലാം ചോദ്യവാക്കായി കണക്കാക്കണം. സഹായക്രിയയുടെ മുൻഭാഗത്തുള്ളതെല്ലാം ചോദ്യവാക്കായി നമ്മൾ മനസ്സിലാക്കും. നോക്കുക. ഹൗ മെനി ചിൽഡ്രൻ ഹാവ് യു. അപ്പോൾ നമ്മൾ നോക്കുക. ഇവിടെ സഹായക്രിയ ഹാവ് ആണ്. ഓക്സിലറി വെർബ് ഹാവ് ആണ്. ഹാവിൻ്റെ മുൻഭാഗത്തുള്ള ഹൗ മെനി ചിൽഡ്രൻ ആണ് ക്വസ്റ്റ്യൻ വേർഡ്. അപ്പോൾ സഹായക്രിയ നോക്കിയിട്ട് സഹായക്രിയ മുൻഭാഗത്തുള്ളതാണ് ചോദ്യവാക്ക്. അപ്പോൾ വേറെ എഴുതി കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇത് എഴുതി കഴിഞ്ഞു. ഇനി എന്താ വേണ്ട? സബ്ജക്റ്റ്. ഇത് സഹായക്രിയയാണ്. ഇതല്ല എഴുതേണ്ട, ഇതാണ് എഴുതുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു സബ്ജക്റ്റ് ചാടി ഇവിടെ വരികയും സഹായക്രിയ ഇപ്പുറത്ത് വരികയും. അപ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞാൽ ഉടനെ സബ്ജക്റ്റ് വേണം. ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞാൽ ഉടനെ സബ്ജക്റ്റ് വേണം. പക്ഷേ മുകളിൽ ചോദ്യത്തിൽ ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞാൽ സഹായക്രിയ കഴിഞ്ഞ സബ്ജക്റ്റ്. നോക്ക്. വേർ ആർ യു എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വേർ ആർ യു. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാണ് ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞ് സബ്ജക്റ്റ് ഉപയോഗിക്കുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞ് ഇവിടെ സഹായക്രിയയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സബ്ജക്റ്റ്. അപ്പോൾ സെഡ് ടു ഹെർ എന്നായാൽ യു എന്ന് പറയുന്ന സബ്ജക്റ്റ് എന്തായി മാറും? ഷീ ആയി മാറുന്നു. സെഡ് ടു ഹെർ എന്നായാൽ യു എന്ന സബ്ജക്റ്റ് ഷീ ആയി മാറും. സെഡ് ടു ഹെർ എന്നായാൽ യു എന്ന സബ്ജക്റ്റ് ഷീ ആയി മാറുന്നു. എഴുതി. അപ്പോൾ സ്പീക്കർ എഴുതി, ആസ്ക്ഡ് എഴുതി, ലിസണർ എഴുതി, ക്വസ്റ്റ്യൻ വേർഡ് എഴുതി, സബ്ജക്റ്റ് എഴുതി. യു ആണ് ഇവിടെ ഷീ ആയിട്ട് മാറി. ഇത് എഴുതിയിട്ടില്ല. അടുത്തെന്താ വേണ്ടത്? സഹായക്രിയ ആക്സിലറി വെർബ് ആർ. നമ്മുടെ നിയമത്തിൽ പഠിച്ചിട്ടുണ്ട്. ഈസ് ആമോ ആറ് വന്നാൽ അത് വാസോ വേറോ ആയി മാറുന്നു. അപ്പോൾ ഷീ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ എഴുതുന്നതാണ് വാസാണ്. സിംഗുലർ ആയതുകൊണ്ട് വാസ് എഴുതി. അടുത്ത് റിമൈനിങ് പാർട്ട് ഓഫ് ദി സെന്റൻസ് ആണ്. അപ്പോൾ ബാക്കി അവശേഷിക്കുക എന്താണുള്ളത്? ഗോയിങ്. നിർബന്ധമായും അവസാനം ഫുൾ സ്റ്റോപ്പാണ് ഇടേണ്ടത്. ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാൽ ഉത്തരം തെറ്റ്. അപ്പോൾ ഹി ആസ്ക്ഡ് ഹർ വെയർ ഷീ വാസ് ഗോയിങ്. ഇതാണ് ഏറ്റവും. അപ്പോൾ ഈ നിയമം നന്നായിട്ട് പഠിക്കുക. സമയം അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ ക്ലാസ് ഞാൻ
കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇതിൻ്റെ മൂന്നാമത്തെ പാർട്ട് ഉടൻ വരുന്നതാണ്. മൂന്നാമത്തെ പാർട്ട് ഇപ്പോൾ ഇത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള പ്രധാനപ്പെട്ട നിയമങ്ങളാണ് പറയാനുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇത് ഉപയോഗകരമാണോ എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും നമസ്കാരം. അപ്പോൾ ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇനി ബാക്കി ഉത്തരങ്ങൾ നന്നായി അതിൻ്റെ ബാക്കി കുറച്ചുകൂടി ഉണ്ട്. അത് പഠിച്ചതിന് ശേഷം നമ്മൾ മുൻകാല ചോദ്യ പേപ്പറുകൾ എന്ത് ചെയ്യുന്നു, നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതാണ്. താങ്ക് യു വെരി മച്ച്.